കൂടെ പാടിയൊരു ഗായകൻ, കൂടെ പാടുക എന്ന് മാത്രമല്ല ആ പാട്ട് ചിത്രീകരിക്കുമ്പോൾ കൂടെ അഭിനയിക്കുകയും ചെയ്തു. എന്നിട്ടും ആ ഗായകന്റെ യഥാർത്ഥ പേരറിയത്തില്ല. പേര് പോട്ടെ, അദ്ദേഹത്തിന്റെ മുഖം പോലും ഒന്നും കണ്ടിട്ടില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് നടന്ന ഏതെങ്കിലും റെക്കോർഡിനെ കുറിച്ചല്ല ഈ പറയുന്നത്. 34 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആൽബം റെക്കോർഡിന്റെ കൗതുകരമായ അല്ലെങ്കിൽ രസകരമായ ഒരു വസ്തുതയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയ്ക്കാണ് ഇത്തരം വേറിട്ടൊരു അനുഭവം ഉള്ളത്. ആ കഥ ഇങ്ങനെയാണ്. 1992 സലിം സുലൈമാൻ മർച്ചന്റ് കൂട്ടുകെട്ടിൽ ഒരു പരീക്ഷണ സംഗീത ആൽബം പിറവിയെടുത്തു. റഗ്ഗ രാഗ എന്ന പേരിൽ മാഗ്ന സൗണ്ട്സ് ആണ് അന്ന് ആൽബം പുറത്തിറക്കുന്നത്. അതിലാകെ 8 പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ചിത്ര പാടുന്ന ദിൽ ദേഖ ദിൽ ലിയ എന്ന ഗാനത്തിനിടയ്ക്ക് കുറച്ച് ഭാഗം റാപ്പാണ്. ആ റാപ്പ് ഭാഗം എഴുതിയതും പാടിയതും ഊഡു റാപ്പർ എന്ന് പേരിട്ടൊരു ഗായകനായിരുന്നു. അന്ന് മുംബൈ അന്തേരിയിലെ ആവാ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അന്ന് ചിത്രയ്ക്ക് മുൻപേ ഈ ഊഡു റാപ്പർ വന്ന് പാടിപ്പോയതുകൊണ്ട് ചിത്രയ്ക്ക് ആരാണ് പാടിയതെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആൽബത്തിന്റെ ചിത്രീകരണം. അതിൽ ക്രിസ്റ്റൽ ബോൾ നോക്കി ഭാവി പറയുന്ന ഒരാളായിട്ടാണ് ചിത്ര പ്രത്യക്ഷപ്പെടുന്നത്. നല്ല നിറമുള്ള തലപ്പാവൊക്കെ അണിഞ്ഞ് നിറയെ മാലകളും വളകളും ഒക്കെ അണിഞ്ഞ് ചിത്ര കാത്തിരിക്കുകയായിരുന്നു. ഇനി വരേണ്ടത് ഊഡു റാപ്പർ എന്ന് പറയുന്ന ഗായകനാണ്. അദ്ദേഹത്തെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ചിത്ര ഉൾപ്പെടെ എല്ലാവരും. പക്ഷെ അദ്ദേഹം എത്തിയത് മുഖംമൂടി അണിഞ്ഞാണ്. അദ്ദേഹത്തിന്റെ മുഖം ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെയാണ് ആൽബത്തിന്റെ ചിത്രീകരണത്തിലും അദ്ദേഹം പങ്കെടുത്തത്. ഈ ആൽബം ചിത്രീകരിക്കുന്നതിനിടയ്ക്ക് ബ്രേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും സിഗരറ്റ് വലിക്കുമ്പോഴും എല്ലാം ആ മുഖംമൂടി അങ്ങനെ തന്നെ അണിഞ്ഞിരുന്നു. ചിത്രീകരണം കഴിഞ്ഞ പാടെ അദ്ദേഹം കാറിൽ കയറി പുറത്തു പോവുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ആരായിരുന്നെന്നോ അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയായിരുന്നെന്നോ ചിത്ര ഉൾപ്പെടെ ആർക്കും മനസ്സിലായില്ല. ആൽബത്തിന്റെ കവറിലും ചിത്രയ്ക്കൊപ്പം ഊഡു റാപ്പർ ഇടം പിടിച്ചിരുന്നു. പക്ഷേ മുഖംമൂടി അണിഞ്ഞ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രം. മാത്രമല്ല ചിത്രത്തിലെ ഇംഗ്ലീഷ് വരികൾ എഴുതിയതിന്റെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നതും ഊഡു റാപ്പർക്കായിരുന്നു. ആൽബം പുറത്തിറങ്ങിയ പാടെ നിരവധി പേർ റാപ്പറെ തിരക്കിറങ്ങി. പലരും പല അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ആ മുഖംമൂടി ഗായകൻ സ്വയം വെളിപ്പെടുത്തി പുറത്തു വന്നില്ല. ചിത്രയ്ക്കാകട്ടെ അന്നും ഇന്നും അറിയില്ല കൂടെ പാടിയ അഭിനയിച്ച ആ ഗായകനെ. മർച്ചന്റ് സഹോദരന്മാരുടെ ആദ്യ സംഗീതാൽബവും ചിത്രയുടെ ആദ്യ ഇൻഡി പോപ്പുമായിരുന്നു റഗ്ഗ രാഗ. ജമൈക്കൻ റഗ്ഗയും ഇന്ത്യൻ നാടോടി സംഗീതവും ഒക്കെ ചേർത്തുള്ള ഒരു പരീക്ഷണം. അതുൽ ചുരാമണിയാണ് ഇത്തരം ഒരു ആശയം പങ്കുവയ്ക്കുന്നത്. അതിന് ഹിന്ദി വരികൾ എഴുതിയത് രാജേഷ് ജോഹരി ആയിരുന്നു. റാപ്പ് ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപേ ഇറങ്ങിയതിനാലാകണം റഗ്ഗ രാഗയ്ക്ക് അത്രയ്ക്ക് സ്വീകാര്യത ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ മുഖംമൂടി അണിഞ്ഞ ഊഡു റാപ്പറെ പറ്റിയുള്ള അന്വേഷണവും അതോടെ അവസാനിച്ചു.